സർ, വളരെ വിശദമായി തന്നെ കാര്യങ്ങളിവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലത്തതുപോലെ തന്നെ കുറേ ഭാഗം അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒഴിച്ചുകൂടാത്തതാണ് നാട് സമാധാനപൂർവ്വമായി നിലനിൽക്കുക എന്നത്. ആ കാര്യത്തിൽ അഭിമാനകരമായൊരു അന്തരീക്ഷമാണ് ഇന്ന് സംസ്ഥാനത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സുസ്ഥിര വികസനമെന്ന ലക്ഷ്യം നേടുന്നതിന് സമാധാനപൂർണമായ അന്തരീക്ഷം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുകയാണ്. ഇവിടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. അതിനോടൊപ്പം സുരക്ഷയോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ നേട്ടം. സർ, കഴിഞ്ഞ 8 വർഷ കാലയളവിൽ ആഭ്യന്തര വകുപ്പിൽ നിരവധി ഭാവനാപൂർണമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8 വർഷം മുൻപ് പോലീസിനെക്കുറിച്ച് നാടിനും നാട്ടുകാർക്കുമുണ്ടായിരുന്ന പ്രതികരണമോ ധാരണയോ അല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. ഏത് കാര്യത്തിനും ഏതൊരാപൽഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സേന എന്ന നിലയിൽ കേരള പോലീസ് മാറിയിരിക്കുന്നു. അത് നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ടപ്പോഴും, പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടപ്പോഴും, കോവിഡ് മഹാമാരി നേരിട്ടപ്പോഴുമൊക്കെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന, പ്രശ്നപരിഹാരത്തിന് നിർഭയമായി കടന്നു ചെല്ലാവുന്ന കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറി എന്നത് ഇന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ ഭൂരിപക്ഷവും സ്ത്രീ സൗഹൃദവും ശിശു സൗഹൃദവുമാക്കി മാറ്റാനും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്രമസമാധാന പാലനം, അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് മതനിരപേക്ഷത കൃത്യമായി സംരക്ഷിക്കാനാകുന്നു എന്നത്. ഈ മതനിരപേക്ഷത സംരക്ഷിക്കാനാകുന്നത് വർഗീയ ശക്തികൾ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നടന്ന ശ്രമങ്ങൾക്കെതിരെ ഉറച്ചതും ശക്തവുമായ നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കൂടി കഴിയുമ്പോഴാണ്. അത്തരത്തിലുള്ള ശരിയായ ഇടപെടലുകൾ വർഗീയ പ്രശ്നങ്ങളിൽ പോലീസ് സ്വീകരിച്ചു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന മതനിരപേക്ഷതയുടെ ഒരു വിളനിലമായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. സർ, ഇവിടെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ചിലർ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും ചിലയിടങ്ങളിൽ അതുണ്ടായതാണ്. പക്ഷേ ആ കാര്യത്തിലൊക്കെ മുഖം നോക്കാതെയുള്ള ഇടപെടലുകളാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ടാണ്
വർഗീയതക്ക് കേരളത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ ആടിത്തിമിർക്കാൻ കഴിയാത്തത്. ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ അന്തരീക്ഷം സംസ്ഥാനത്തുണ്ടായതിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ആ കാര്യത്തിൽ നല്ല രീതിയിലുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചു എന്നത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന രീതി കേരളത്തിൽ സ്വീകരിച്ചു വരികയാണ്. പഴുതടച്ച കേസന്വേഷണ പ്രക്രിയയാണ് കേരളത്തിൽ നടക്കുന്നത്. അതോടൊപ്പം ഫലപ്രദമായ പ്രോസിക്യൂഷൻ നടപടികളും കേരളം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരിക്കലും തെളിയില്ല എന്ന് കരുതിയ ചില കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലർ കുറ്റകൃത്യം നടത്തി മറവിലിരുന്ന് ഒരിക്കലും പിടികൂടില്ല എന്ന ധാരണയിലായിരുന്നു. പക്ഷേ അത്തരം പ്രതികളെ കൽത്തുറുങ്കിലാക്കാനും കേരള പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. സർ, നമ്മുടെ നാട് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നാടാണ്. വീട്ടിനുള്ളിലായാലും പൊതുയിടങ്ങളിലായാലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ്, അതിനുതകുന്ന പദ്ധതികളാണ് പോലീസ് നടപ്പാക്കി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വനിതാ പോലീസ് സ്റ്റേഷനുകൾക്ക് സാധാരണ പോലീസ് സ്റ്റേഷനുകളുടെ എല്ലാ അധികാരങ്ങളും നൽകിയിരിക്കുകയാണ്. പരാതിക്കാർക്ക് സ്റ്റേഷനിലെത്താതെ തന്നെ പരാതികൾ അറിയിക്കാൻ സഹായിക്കുന്ന വനിതാ സെല്ലുകൾ, അപരാജിത നിഴൽ, വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനങ്ങൾ, ഇവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ, ഇതെല്ലാം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. പരാതികളിൽ ഇരയുടെ ഭാഗത്തു നിന്നുകൊണ്ട് നടപടി സ്വീകരിക്കുക എന്ന നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്നതിനായി പിങ്ക് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് നിലവിലുണ്ട്. പോലീസിൻ്റെ പിങ്ക് പെട്രോൾ, ജനമൈത്രി ബീറ്റ്, പിങ്ക് ഷാഡോ, പിങ്ക് റോമിയോ, ഇവയ്ക്കെല്ലാം പുറമെ മാനസികമായ പിന്തുണ ഉറപ്പാക്കുന്ന പ്രത്യേക കൗൺസിലിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന കാലമാണിത്. സൈബർ ലോകത്തും സ്ത്രീകൾ വ്യാപകമായി ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു. അത്തരം ചതിക്കുഴികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനോടൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മൊബൈൽ ആപ്പുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നുണ്ട്. സർ, നേരത്തെ ബഹുമാനായ തിരുവഞ്ചൂർ സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. സർ, ഈ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ വ്യാപനം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ
ഏത് കോണിലിരുന്നും ഇത് ചെയ്യാനാകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അന്വേഷണ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കത്തക്ക നിലയിലാണ് ലോകത്തെമ്പാടും സൈബർ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത്. കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ പല നിലകളിൽപ്പെട്ടവർ ഇതിൻ്റെ ഇരകളായിത്തീരുകയാണ്. ഡാർക്ക് വെബിലൂടെ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ അതിവേഗം കണ്ടെത്തുന്നതിനുമായി പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു സൈബർ പോലീസ് ഡിവിഷൻ ആരംഭിച്ചത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എറണാകുളത്തും കോഴിക്കോടും ഓരോ സൈബർ ഡോം വീതവും ആരംഭിച്ചിട്ടുണ്ട്. സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനം നൽകുക എന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനും അനിവാര്യമായ കാര്യമാണ്. ഇത് മുൻനിർത്തി പരമാവധി താഴേത്തലം മുതൽ മുകൾത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പരിശീലനം നൽകൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത്തരം പരിശീലനം നേടിയ നിരവധി പേർ ഇപ്പോൾ സേനയുടെ ഭാഗമായുണ്ട്. ഇവരുടെ സേവനം ഫലപ്രദമായി ഉപയോഗിക്കാൻ പോലീസിന് കഴിയുന്നുമുണ്ട്. സർ, ഓൺലൈനിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ കേരളത്തിലും വ്യാപകമാണ്. അത് തിരിച്ചറിഞ്ഞതോടെയാണ് അതിനെ ചെറുക്കാൻ 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ പോലീസ് ആരംഭിച്ചത്. നിരവധി പേർക്കാണ് ഇതിൻ്റെ ഭാഗമായി ആശ്വാസം ലഭിച്ചിട്ടുള്ളത്. 2024 ഏപ്രിൽ വരെ ഈ നമ്പറിലേക്ക് 13,239 പരാതികളാണ് ലഭിച്ചത്. ആകെ 197 കോടി 62 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഈ പരാതികൾ വഴി നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിട്ടുള്ളത്. അതിൽ 29 കോടി 49 ലക്ഷം രൂപ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട 10,094 ബാങ്ക് അക്കൗണ്ടുകളും 7,290 സിം കാർഡുകളും 10,418 ഉപകരണങ്ങളും 7,126 വെബ്സൈറ്റുകളും 3,900 സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളും 476 മൊബൈൽ ആപ്ലിക്കേഷനുകളും നിർവീര്യമാക്കാനും സൈബർ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. സൈബർ ഡിവിഷൻ്റെ കീഴിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ സൈബർ വാൾ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഈ പ്രോജക്റ്റ് പൂർണ്ണമായി നടപ്പാക്കി വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ഫോൺ നമ്പറുകൾ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, URLകൾ ഇവയെല്ലാം വ്യാജമാണോ എന്ന് തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ടാകും. ഇത് പോലീസിൻ്റെ പോൾ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷനുമായി സംയോജിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലത്ത് ഡ്രോണുകൾ സാർവത്രികമാണ്. ഡ്രോണുകൾ സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണി മറികടക്കുന്നതിനും അവയെ കണ്ടെത്തി തകർക്കുന്നതിനും ഡ്രോൺ ഫോറൻസിക് ലാബ് വികസിപ്പിച്ച നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സേനയാണ് കേരള പോലീസ്. സൈബർ ഡോമിന് കീഴിൽ 2021 ഡ്രോൺ ഫോറൻസിക് ലാബ് ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥാപിച്ചത്. ആൻറ്റി ഡ്രോണുകൾ, നിരീക്ഷണ ഡ്രോണുകൾ,
VVIP സുരക്ഷയ്ക്കാവശ്യമുള്ള മൊബൈൽ ആൻറ്റി ഡ്രോൺ സിസ്റ്റം തുടങ്ങിയവയുടെ നിർമ്മാണം ഇവിടെ പുരോഗമിച്ചു വരികയാണ്. സർ, ഇതിനു പുറമെ ഡ്രോണെക്സ് എന്ന പേരിലൊരു ഫോറൻസിക് സോഫ്റ്റ്വെയർ ഡാർക്ക് വെബിലെ നിഗൂഢതകൾ നീക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനുമായി ഹാക്പി സമ്മിറ്റ് എന്ന ഹാക്കത്തോണിലൂടെ സൈബർ ഡോം ഗ്രാൻഡ് പെൽ എന്ന സോഫ്റ്റ്വെയറും കേരള പോലീസ് സൗജന്യമായി വികസിപ്പിച്ചെടുത്തു. സർ, സൈബർ രംഗത്ത് നിരവധി ഇടപെടലുകളാണ് കേരള പോലീസ് നടത്തുന്നത്. ഡീപ് ഫേക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഫേക്ക് വീഡിയോ നിർമ്മിച്ച് പണം തട്ടിയെടുത്ത രാജ്യത്തെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടായിരുന്നു. ഇതിൽ തികച്ചും മാതൃകാപരമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പ് സംഘത്തെ പിടികൂടിയെന്നത് മാത്രമല്ല, നഷ്ടപ്പെട്ട തുക മുഴുവൻ വീണ്ടെടുക്കാനായി എന്നതും അഭിമാനകരമായ കാര്യമാണ്. സർ, അതേപോലെ തന്നെ സൈബർ തട്ടിപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വിദേശ സംഘങ്ങൾ, അവരെ ഈ കാലഘട്ടത്തിൽ പിടികൂടാൻ കേരള പോലീസിനായി. തൃശ്ശൂരിൽ വിദേശ സംഘങ്ങൾക്കായി സിം ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്ന വിഷ്ണു MS എന്ന പ്രതിയെയും ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിവന്ന കംബോഡിയൻ സംഘത്തിലെ പ്രധാനിയെയും കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാനായി. സർ, അതേപോലെ തന്നെ മൊബൈൽ സർവീസ് പ്രൊവൈഡർമാരുടെ അംഗീകൃത ഏജൻറ്റുമാരെ സ്വാധീനിച്ച് സിം കാർഡുകൾ സംഘടിപ്പിച്ച് സൈബർ തട്ടിപ്പുകാർക്ക് നൽകുന്ന സംഘത്തെ കേരള പോലീസിന് പിടികൂടാനായി. ഇത്തരത്തിൽ സിം കാർഡുകൾ തരപ്പെടുത്തി നൽകുന്ന കർണാടക സ്വദേശിയെ മലപ്പുറത്തു നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇയാളിൽ നിന്നും 40,000-ത്തിലധികം സിം കാർഡുകൾ, 100ഓളം മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. തട്ടിപ്പ് സംഘത്തിലെ പ്രധാന പ്രതിയെ പിടികൂടിയത് ഹരിയാനയിൽ നിന്നാണ്. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനം RCC, അവിടെയുണ്ടായ റാൻസോംവെയർ അറ്റാക്കിൽ കൃത്യമായി ഇടപെടാനും ചുരുങ്ങിയ സമയം കൊണ്ട് അറ്റാക്ക് ബാധിക്കപ്പെട്ട സെർവറുകൾ പ്രവർത്തന സജ്ജമാക്കാനും നമ്മുടെ സൈബർ പോലീസിന് കഴിഞ്ഞു. അവിടുത്തെ രോഗബാധിതർക്ക് റേഡിയേഷൻ നൽകുന്നതിന് ഉപയോഗിച്ചിരുന്ന സെർവറുകൾ ആക്രമിക്കപ്പെട്ടു. അതിലെ ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്തു. അവയെല്ലാം വീണ്ടും തുറന്നു നൽകുന്നതിന് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സൈബർ അറ്റാക്കാണ് നടന്നത്. ഇത് സംബന്ധിച്ച സൈബർ കേസ് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സർ, അതേപോലെ തന്നെ സൈബർ ഡിവിഷൻ്റെ കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ 2023-24 ചൈൽഡ് പോണോഗ്രാഫി പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 5 പി ഹണ്ടുകൾ നടത്തി. 1892 സെർച്ചുകളിലൂടെ 704 ഡിവൈസുകൾ പിടികൂടുകയും 357 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 31 പ്രതികളെയാണ് ഇതിൽ അറസ്റ്റ് ചെയ്തത്. സർ, നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
ഇത് സമൂഹത്തിൽ നിന്നും തുരത്തുന്നതിനായുള്ള കാര്യക്ഷമമായ ഇടപെടൽ മറ്റേജൻസികളോടൊപ്പം പോലീസ് നടത്തി വരികയാണ്. ലഹരിമരുന്ന് ഉപയോഗം, വ്യാപനം ഇവയെല്ലാം തടയുന്നതിനായി ഓപ്പറേഷൻ ഡി ഹണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരി മാഫിയക്കെതിരെയും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ലഹരി കടത്ത്, വിപണനം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ NDPS നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം സ്ഥിരം മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന കുറ്റവാളികളെ PIT NDPS നിയമപ്രകാരം കരുതൽ തടങ്കൽ പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഹരി മാഫിയകളെ അമർ ചെയ്യാനുള്ള ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിൽ PIT NDPS പ്രകാരം 586 പേർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് പരിശോധിക്കുന്നതിനായി പ്രത്യേക വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളിൽ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം ഒഴിവാക്കുന്നതിനും ലഹരി വിരുദ്ധ അവബോധം സംഘടിപ്പിക്കുന്നതിനുമായി വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നാം നടത്തുന്നുണ്ട്. പോലീസ് യോദ്ധാവെന്ന ഒരു പ്രത്യേക കർമ്മ പദ്ധതി ഇക്കാര്യത്തിൽ നടപ്പാക്കി വരികയാണ്. വിവിധ വകുപ്പുകളുമായി ചേർന്ന് സ്കൂളുകൾ, മറ്റ് ട്യൂഷൻ സെൻ്ററുകൾ, കുട്ടികൾ ഒത്തുചേരുന്ന പൊതുസ്ഥലങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്കൂളുകൾക്ക് സമീപത്തായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കർശനമായി നിരീക്ഷിക്കുന്നതിന് ഷാഡോ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർ, പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം നിലച്ചു പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളിൽ ചിലർ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെടാതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ഹോപ്പ് എന്നൊരു പദ്ധതി പോലീസ് നടത്തി വരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള അവരുടെ പ്രവണത നിയന്ത്രിക്കുന്നതിനും സൈബർ ആക്രമണങ്ങളുടെ ഇരയായി മാറുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ എല്ലാ UP സ്കൂളുകളിലും പ്രത്യേക ക്ലബ്ബുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ രീതിയിലുള്ള ഓൺലൈൻ സേവനങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് നടത്തി വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളിലെത്താതെ പൊതുജനങ്ങൾക്ക് ഫലപ്രദമായി സേവനം നൽകുക, അതിനുവേണ്ടി ആരംഭിച്ച തുണ പോൾ ആപ്പ്, അതെല്ലാം മികവാർന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. തുണ എന്ന വെബ് പോർട്ടൽ വഴി അപകടത്തിൻ്റെ GD കോപ്പിയും അപേക്ഷകളുടെ തൽസ്ഥിതിയും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളും രേഖകൾ നഷ്ടപ്പെട്ടതിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റുകളും പോലീസ് സ്റ്റേഷനുകളിൽ എത്താതെ ജനങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാനാവും. സ്മാർട്ട് ഫോണിൻ്റെ വ്യാപനം കണക്കിലെടുത്ത് ഇതേ സേവനങ്ങൾ പോൾ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ലഭ്യമാണ്. സർ, ഇക്കഴിഞ്ഞ വർഷം ഉച്ചഭാഷിണിക്കുള്ള അനുമതി, അപകടത്തിൻ്റെ GD കോപ്പി, കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ, അതിനുവേണ്ടി ലഭിച്ച അപേക്ഷകളിൽ 95% ഓൺലൈനായാണ് ലഭിച്ചത് എന്നത് പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. സർ, അതോടൊപ്പം കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കാൻ നടക്കുന്ന കാര്യങ്ങൾ, പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക, ഓൺലൈൻ പരാതികൾ രജിസ്റ്റർ ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ സ്ഥിതി തിരിച്ചറിയുക, ഇവയെല്ലാം
അതിവേഗം ലഭ്യമാക്കുന്നതിനായി CCTNS എന്ന മിഷൻ മോഡ് പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സമാനമായ കുറ്റകൃത്യങ്ങളെയും ഒരേ കുറ്റവാളികളെയും കുറിച്ചുള്ള വിവരങ്ങൾ പല സോഫ്റ്റ്വെയറുകളിലായി നിരവധി തവണ രേഖപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതൊഴിവാക്കി നിലവിലുള്ള സോഫ്റ്റ്വെയറുകളെ പൊതുവായൊരു സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിനായി ഐക്കോപ്സ് എന്നൊരു സോഫ്റ്റ്വെയർ കേരള പോലീസ് വികസിപ്പിച്ചു. സർ, ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ പോലീസ് സേനയിലെ വിദഗ്ധ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തെ ഈ രീതിയിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച ആദ്യത്തെ പോലീസ് സേന കേരള പോലീസ് സേനയാണ് എന്നതും നാം കാണും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഗതാഗത ലംഘനങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സിസ്റ്റം ഫോർ ബോർഡർ സീലിംഗ് ANPR സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിലവിലുള്ള CCTV സർവൈലൻസ് സിസ്റ്റത്തിന് പുറമെ CCTV സർവൈലൻസ് സിസ്റ്റം 8,55,00,000 രൂപ ചെലവിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, പോലീസ് സേനയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുന്നതിൻ്റെ ഭാഗമായി 15 പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഡെഡിക്കേറ്റഡ് AI ടീം രൂപീകരിച്ചു. ഇവർക്ക് IIIT-MK നടത്തുന്ന AI ആൻഡ് ഡാറ്റ അനലിറ്റിക് കോഴ്സിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. സർ, പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതും നിലവിൽ ലഭ്യമായതുമായ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പുതിയ സങ്കേതങ്ങളുടെ വികാസവുമാണ് ഈ മേഖലയിൽ ലക്ഷ്യമിടുന്നത്. ഡാറ്റ, ഫോട്ടോഗ്രാഫുകൾ, CCTV ഫുട്ടേജുകൾ, കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ, തെളിവ് ഫയലുകൾ ഇവയെല്ലാം അതിവേഗം വിശകലനം ചെയ്യാനും അതുവഴി പഴുതില്ലാത്ത കുറ്റപത്രം തയ്യാറാക്കുവാനും നിർമ്മിത ബുദ്ധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഓരോ പോലീസ് ജില്ലയിലും 1 എന്ന നിരക്കിൽ 20 പോലീസ് സ്റ്റേഷനുകൾ സ്മാർട്ടാക്കുന്നതിനായി 1,98,00,000 രൂപ ചെലവുള്ള പ്രോജക്റ്റ് പുരോഗമിക്കുകയാണ്. സർ, പൊതുജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിൻ്റെ പിന്തുണ തേടുന്നതിനായി അടിയന്തര പ്രതികരണ സംവിധാനം ERSS എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. സർ, 2003 നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പോലീസ് കാണിച്ചിട്ടുള്ള മികവ് ഈ ചർച്ചയിൽ തന്നെ നിരവധി ബഹുമാനരായ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സർ, 2003 ഡിസംബറിലാണ് ചാമക്കാല സ്വദേശി ശ്രീനാഥിനെ ആക്രമിച്ച് വെള്ളത്തിൽ താഴ്ത്തി കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. ആ കേസിലെ പ്രതി തമിഴ്നാട്ടിലെ പലയിടങ്ങളിലായി പല പേരുകളിൽ കഴിയുകയായിരുന്നു. സർ, 20 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും ആ പ്രതിയെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞു. അതേപോലെ തന്നെ മോഷണശ്രമത്തിന് പിടിയിലായ കൂട്ടുകാരായ 2 പ്രതികൾ, അതിലൊരാളെ ചോദ്യം ചെയ്തപ്പോൾ ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകം തെളിഞ്ഞു. 1-ാം പ്രതിയായ വിഷ്ണുവിൻ്റെ സഹോദരി വിദ്യയുടെ 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയത് 2-ാം പ്രതിയായ നിതീഷ് എന്നയാളാണെന്ന് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. മാത്രമല്ല, വിദ്യയെയും സഹോദരി സുമിയെയും കൊല ചെയ്യുന്നതിന് പ്രതി പദ്ധതിയിട്ടിരുന്നതായും
തെളിയുകയുണ്ടായി. ഇവിടെ നേരത്തെ ചർച്ചയിൽ സിനിമാ സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണത്തെക്കുറിച്ച്, അത് കണ്ടെത്തിയതിനെക്കുറിച്ച് പ്രത്യേകം പറയുകയുണ്ടായി. സർ, ആ കവർച്ച നടത്തിയ പ്രതിയെ 15 മണിക്കൂറിന് ശേഷം കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് പോലീസിൻ്റെ മികവ് തന്നെയാണ് കാണിക്കുന്നത്. 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം മോഷണ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് പിടിയിലായത്. അവിടെ നിന്നും 1 കോടിയോളം രൂപ വരുന്ന വജ്ര സ്വർണ്ണാഭരണങ്ങളായിരുന്നു കവർച്ച ചെയ്തിരുന്നത്. സർ, അതേപോലെ തന്നെ മുണ്ടക്കയം സ്വദേശിയായ 92കാരി തങ്കമ്മയെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞു വാഹനം. ആ വാഹനത്തെയും ഡ്രൈവറെയും മാസങ്ങൾക്കുള്ളിൽ കേരള പോലീസിന് പിടികൂടാനായി. 2023 ഡിസംബറിലാണ് ശബരിമല തീർത്ഥാടനത്തിന് ശേഷം മടങ്ങി വന്ന കാർ ഇടിച്ച് തങ്കമ്മ മരണപ്പെട്ടത്. നിർത്താതെ പോയ വാഹനത്തെയും ഡ്രൈവർ ദിനേശ് കെ റെഡ്ഡിയെയും ഹൈദരാബാദിൽ നിന്നും കണ്ടെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. സർ, കൊല്ലത്ത് ഓയൂരിൽ 6 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ശക്തമായ അന്വേഷണം നടത്തി 5 ദിവസത്തിനുള്ളിൽ പ്രതികളെ കണ്ടെത്താനായി. ശക്തമായ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഗത്യന്തരമില്ലാതെ കുട്ടിയെ പ്രതികൾക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണുണ്ടായത്. പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തെ തുടർന്ന് പ്രതികളെ തിരിച്ചറിയാനും അവരെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ വെച്ച് പിടികൂടാനും കഴിഞ്ഞു. സർ, നമ്മുടെ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ജീവിക്കുന്ന സംസ്ഥാനമാണ്. ജീവിതവൃത്തിക്കായി ജോലി നോക്കുകയും സാധാരണ ജീവിതം അവരിവിടെ നയിച്ചു വരികയുമാണ്. പക്ഷേ അവരിൽ ചുരുക്കം ചിലർ കുറ്റകൃത്യങ്ങൾ ഇടപെടുന്നവരാണ്. അതിനാലാണ് ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത്. അതിൽ അതിഥിത്തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ ലേബർ രജിസ്ട്രേഷൻ എന്ന മെനുവിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡാറ്റാബേസ് ഇവരുടെ വിവരശേഖരണത്തിനുള്ള പൊതു ഇടമാക്കി മാറ്റിവരികയാണ്. സർ, പോലീസിനെ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ക്രമസമാധാന പാലനം ജനങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. സോഷ്യൽ പോലീസിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഫലപ്രദമായി ഇടപെടുക, പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പോലീസുകാർക്ക് മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാനാവുക, ഇതിലും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ സംസ്ഥാനത്തിൻ്റെ മുഖമുദ്രയാണ്. മെച്ചപ്പെട്ട പൊതുജന സമ്പർക്കം, മെച്ചപ്പെട്ട കീഴ്മേൽ ബന്ധം, സേനയ്ക്കുള്ളിൽ സ്ത്രീ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കൽ, ധാർമ്മികതയിലൂന്നിയുള്ള കൃത്യനിർവഹണം, ഇങ്ങനെ വിവിധ മേഖലകളിൽ സ്ഥിരം പരിശീലനത്തിനുള്ള സംവിധാനമാണ് ലക്ഷ്യമിടുന്നത്. സർ, ജനമൈത്രി സുരക്ഷാ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും
വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഫലപ്രദമായി നമ്മുടെ നാടിന് അനുഭവപ്പെട്ട കാര്യമാണ്. പ്രളയഘട്ടത്തിലും മറ്റും ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായുള്ള ബീറ്റ് ഓഫീസർമാരുടെ ഗൃഹസന്ദർശനം എന്ന ആശയം വിപുലമായി നടപ്പാക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തോതിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ്. അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തൽ ഏതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ സമൂഹത്തിൽ അണുകുടുംബങ്ങളുടെ വ്യാപനമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് വയോജനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജീവിത സായാഹ്നത്തിൽ അവർക്ക് താങ്ങാകുന്നതിനും വലിയ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി കേരള പോലീസ് പ്രശാന്തി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത് നല്ല തുണയായി മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യക്കടത്ത്, ലഹരിക്കടത്ത്, ഇതിനെല്ലാം ശക്തമായ നടപടി ഇതിനെല്ലാം എതിരെ സ്വീകരിക്കൽ പ്രധാനമാണ്. ഈ ലക്ഷ്യത്തോടെ കേരളത്തിലെ 13 റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസിൻ്റെ കൂടി സഹകരണത്തോടെ പ്രത്യേക ജനമൈത്രി സുരക്ഷാ പദ്ധതി നടപ്പാക്കി വരികയാണ്. കുട്ടികളിലെ പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തിയെടുക്കുന്നതിനായി രൂപീകരിച്ച സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പദ്ധതി, അത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയായി മാറി. കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. 997 സ്കൂളുകളിൽ 88,000 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടി വരികയാണ്. ഇതേവരെ 2.5 ലക്ഷത്തോളം യോദ്ധാക്കളെ SPC മുഖേന വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, പോലീസ് സംവിധാനത്തെ സ്ത്രീ സൗഹൃദമാക്കുക എന്ന നയമാണ് LDF സർക്കാർ പുലർത്തി വരുന്നത്. 2016 കഴിഞ്ഞ LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ പോലീസ് സേനയിലെ വനിതകളുടെ അംഗബലം 6%. ഇന്നത് 11.37% ഉയർന്നു. അത് പടിപടിയായി ഉയർത്തി 15% എത്തിക്കുക എന്നതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ പോലീസ് സേനയിലേക്ക് നല്ല രീതിയിൽ കടന്നു വരികയാണ്. സാങ്കേതിക വിദ്യകളിൽ കഴിവും യോഗ്യതയുമുള്ള ധാരാളം വനിതകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരം സാങ്കേതിക യോഗ്യത നേടിയ സേനാംഗങ്ങളെ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന മേഖലകളിൽ തന്നെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പല മേഖലയിലും ഇവരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, മികച്ച ക്രമസമാധാന പാലനശേഷി, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുള്ള മികവ്, ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജന സേവനം നടത്താനുള്ള പ്രാപ്തി, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനുള്ള ആർജവം, ഇവയെല്ലാം ഇന്നത്തെ കേരള പോലീസിൻ്റെ പ്രത്യേകതകളാണ്. ഈ നിലയിൽ പ്രകടമായ മാറ്റം ഇന്ന് കേരള പോലീസ് ദൃശ്യമാണ്. പോലീസ് 100% പൂർണ്ണമായി എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനകീയ സേന എന്ന നിലയിൽ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരുടെ
മനോഭാവത്തിലും ജനോന്മുഖമായ മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ സേന എന്ന നിലയിൽ ആ ജനോന്മുഖമായ മാറ്റം ദൃശ്യമാണ്. എന്നാൽ ചിലർ, ഒരു ചെറിയ വിഭാഗം, ഒരു മാറ്റത്തിനും വിധേയരല്ല, മാറാൻ തയ്യാറല്ല എന്ന ശാഠ്യത്തോടെ നിൽക്കുന്നവരുണ്ട്. അവരെ കണ്ടെത്തി പടിപടിയായി സേനയിൽ നിന്നും ഒഴിവാക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 108 ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. നീതി നടപ്പാക്കേണ്ടവർ കുറ്റവാളികളായാൽ അത് സേനയുടെ വിശ്വാസ്യതയാണ് പ്രതികൂലമായി ബാധിക്കുക. ആ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുന്ന നിലയാണുണ്ടാവുക. ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ച് ഉറപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അച്ചടക്കമുള്ള സേന എന്ന നിലയിൽ പോലീസിൻ്റെ പ്രവർത്തനം പല തലങ്ങളിൽ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആരുമായാണ് ചങ്ങാത്തം കൂടേണ്ടത്, ഇതും പ്രധാനമാണ് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ആര് വിളിച്ചാലും പോവുക, അവർക്ക് ഒപ്പം ഫോട്ടോ എടുക്കുക, വിരുന്നുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് സേനയിലെ വളരെ ചുരുക്കം ചിലരാണ് ഈ തരത്തിലുള്ള തെറ്റായ പ്രവണത കാണിക്കുന്നത്. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന, എല്ലാ തരത്തിലും നല്ല മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥരാണ്, സേനാ അംഗങ്ങളാണ് മഹാഭൂരിഭാഗവുമുള്ളത്. അവരെ സർക്കാർ നിരന്തരം പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. പ്രൊഫഷണൽ രീതിയിൽ പെരുമാറുന്ന തരത്തിൽ പോലീസ് സംവിധാനത്തെ മാറ്റിയെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുറന്ന മനസ്സോടെ സേനാംഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ തട്ടുകളിലുമുള്ളവരുമായി സഹകരിക്കുന്ന മികച്ച അന്തരീക്ഷമാണ് സേനയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുള്ള ശ്രമങ്ങൾ നിതാന്ത ജാഗ്രതയോടെ തുടരുക തന്നെയാണ്. സർ, ഇവിടെ വലിയ തോതിൽ ഉയർന്നു വന്നില്ലെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ വിജിലൻസ് സംവിധാനം ഫലപ്രദമായി മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യ സമൂഹത്തിൽ മഹാവിപത്തായ ഒന്നാണ് അഴിമതി. ഈ അഴിമതിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കുന്നതിനായി പൊതുജന പങ്കാളിത്തത്തോടെ അഴിമതി മുക്ത കേരളം എന്ന ക്യാമ്പയിൻ നാം നടത്തി വരികയാണ്. നാടിൻ്റെ വികസന പ്രക്രിയകൾക്ക് ആശങ്കയേകുന്ന സാമൂഹ്യ വിപത്താണ് അഴിമതിയെന്ന് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ജനസമൂഹത്തെ ഒന്നാകെയും ബോധവൽക്കരിക്കുന്നതിനായി അതിവിപുലമായ പ്രചരണ പരിപാടികളാണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന നയം സർക്കാർ നടപ്പിലാക്കി. ഇതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്തു വരികയാണ്. ഈ ഗവേണൻസിലൂടെ പൗരന്മാർക്ക് അഴിമതിരഹിതമായി സർക്കാർ സേവനങ്ങളും വിവര കൈമാറ്റവും സാമ്പത്തിക ഇടപാടുകളും സുതാര്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചു വരുന്നു. സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ സംസ്ഥാനം കൈവരിച്ച അഭിമാനകരമായ നേട്ടം ഡിജിറ്റൽ സാക്ഷരതയിലും നേടാൻ ഈ നയത്തിലൂടെ കഴിഞ്ഞു. സർക്കാർ വകുപ്പുകളിൽ
ആഭ്യന്തര വിജിലൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം വിജിലൻസ് നൽകി വരുന്നുണ്ട്. നീതി നിർവഹണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കുന്നതിനായി വിജിലൻസിൻ്റെ 6 കോടതിയിലും കോർട്ട് സംവിധാനം ഏർപ്പെടുത്തി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിജിലൻസ് കേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം മൊഡ്യൂളുമായി കണക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. PSC വഴി നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് IMG വഴി സദ്ഭരണ ഇൻഡക്ഷൻ ട്രെയിനിങ് നടപടികളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളിൽ ഇനിയും അവശേഷിക്കുന്ന അഴിമതി കണ്ടെത്തുന്നതിനായി വിജിലൻസ് നിരീക്ഷണം ശക്തമാക്കി മിന്നൽ പരിശോധനകളും നടത്തി വരുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് 4702 മിന്നൽ പരിശോധനകൾ, 1192 പ്രാഥമിക അന്വേഷണം, 257 വിജിലൻസ് അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 140 ട്രാപ്പ് കേസുകൾ ഉൾപ്പെടെ 425 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 148 പേർ അറസ്റ്റിലായി. ഈ വർഷം 2024 മെയ് വരെ 16 ട്രാപ്പ് കേസുകളും വിവിധ സർക്കാർ വകുപ്പുകളിലായി 4 സംസ്ഥാനതല മിന്നൽ പരിശോധനകൾ ഉൾപ്പെടെ 593 മിന്നൽ പരിശോധനകളും 56 വിജിലൻസ് കേസുകളും 30 വിജിലൻസ് എൻക്വയറികളും 130 പ്രാഥമിക അന്വേഷണങ്ങളും 56 രഹസ്യാന്വേഷണങ്ങളും രജിസ്റ്റർ ചെയ്തു. പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നതും അവരുടെ ക്ഷേമത്തിനും ദുരിത നിവാരണത്തിനുമായി പ്രവർത്തിക്കുന്നതുമായ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിൽ വിജിലൻസ് ജാഗ്രതയോടെയാണ് ഇടപെട്ട് വരുന്നത്. അഴിമതി ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് പല നിയമവ്യവസ്ഥകളും സംവിധാനങ്ങളും നിലവിലുണ്ട്. എന്നാൽ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് പൊതുജന പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ്. ഈ കാഴ്ചപ്പാടോടെ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിവിധ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഒക്കെ സഹകരണത്തോടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അണിനിരത്തി ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരികയാണ്. അഴിമതി കേസുകളിൽ വിചാരണ ത്വരിതപ്പെടുത്തുന്നതിലേക്കായി കൊല്ലം ആസ്ഥാനമാക്കി ഒരു വിജിലൻസ് കോടതി സ്ഥാപിക്കുന്നതിനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ തയ്യാറാക്കിയ അഴിമതി സൂചികയിൽ രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായി നിലനിൽക്കാൻ കഴിയുന്നത്. സർ, ചർച്ചയിൽ ചെറിയ തോതിൽ ഉയർന്നു വന്നതാണ് ജയിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ജയിലുകളിലെ ഭരണനിർവഹണത്തെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. അവർ സുപ്രധാനമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. കമ്മിറ്റിയുടെ ശുപാർശകളിൽ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തവയിൽ ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അന്തേവാസികളുടെ സംശുദ്ധീകരണവും പുനരധിവാസവും ലക്ഷ്യമാക്കി നിരവധി പ്രവർത്തനങ്ങൾ ജയിൽ വകുപ്പ് നടപ്പാക്കി വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിയമ നടപടികളുടെ ഭാഗമായി പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അന്തേവാസികളെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മുടെ രാജ്യത്തെ മറ്റ് ജയിലുകൾക്ക് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. അതോടൊപ്പം അന്തേവാസികളുടെ സുരക്ഷിത കസ്റ്റഡിയും ക്ഷേമവും പുനരധിവാസവും മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. നിലവിലുള്ള ജയിൽ മാനുവൽ
1979 നിലവിൽ വന്നതാണ്. തികച്ചും വിഭിന്നമായ ആധുനിക കാലത്ത് ജയിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഉപദേശക സമിതികൾ, വിസിറ്റേഴ്സ് ബോർഡ്, പുതിയ സംശുദ്ധീകരണ നിയമങ്ങൾ, നടപടികൾ ഇവയ്ക്കെല്ലാം ഒപ്പം ഭരണനിർവഹണത്തിൽ വന്ന മാറ്റങ്ങൾക്കനുസൃതമായ മാനുവൽ പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. സർ, 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ നിലവിൽ വന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും ഉത്തരവുകളും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജയിൽ അന്തരീക്ഷത്തിൽ കാതലായ മാറ്റങ്ങൾ ആവശ്യമാണ്. അതോടൊപ്പം പ്രധാന ഓഫീസർമാരുടെ കർത്തവ്യം, സുരക്ഷാ നടപടികളിലെ പരിഷ്കരണം, കോടതികളുമായുള്ള ഓൺലൈൻ വിചാരണ, സ്ത്രീ തടവുകാരുടെ പ്രശ്നങ്ങൾ, രോഗികളായ തടവുകാർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ തുടങ്ങിയവ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനൊരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകുന്നതാണ്. സർ, 2023 വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരടക്കം ജയിൽ വകുപ്പിൽ 262 പേർ പരിശീലനം പൂർത്തിയാക്കി, പാസിംഗ് ഔട്ട് പൂർത്തിയാക്കി വകുപ്പിൻ്റെ ഭാഗമായി. 2024 355 പേർക്ക് പുതുതായി നിയമന ഉത്തരവ് നൽകിയിട്ടുണ്ട്. സർ, സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും കൂടി 8000 തടവുകാർക്കുള്ള സൗകര്യങ്ങളാണുള്ളത്. എന്നാൽ ശരാശരി തടവുകാരുടെ എണ്ണം 9500-ലധികമാണ്. ഇത് കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആദ്യത്തെ സെൻട്രൽ ജയിലായ തവനൂർ സെൻട്രൽ ജയിൽ നിർമ്മാണം പൂർത്തിയായി 2022 പ്രവർത്തനം ആരംഭിച്ചു. അതേ ഘട്ടത്തിൽ തന്നെ കൂത്തുപറമ്പ് സ്പെഷ്യൽ ജയിലും പുതുതായി പണി കഴിപ്പിച്ചു. പാർപ്പിട സൗകര്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിനായി 2 ഘട്ടങ്ങളിലായി പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കുക എന്നാണ് സർക്കാർ പൊതുവായി തീരുമാനിച്ചത്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തളിപ്പറമ്പ് ജയിൽ ആദ്യഘട്ട പ്രവൃത്തി 90% പൂർത്തിയായി. 2ാം ഘട്ട നിർമ്മാണത്തിന് 3,27,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. വടകര, മണ്ണാർക്കാട്, വയനാട്ടിലെ കൃഷ്ണഗിരി ഇവിടങ്ങളിൽ ജയിൽ നിർമ്മാണത്തിനുള്ള ഭരണാനുമതി ഇതിനകം നൽകിയിട്ടുണ്ട്. സർ, അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. CCTV സിസ്റ്റം, പവർ ഫെൻസിങ്, മെറ്റൽ ഡിറ്റക്ടർ, ബാഗേജ് സ്കാനർ ഇവയെല്ലാം ജയിലുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി സംസ്ഥാനത്തെ കോടതികളെയും ജയിലുകളെയും ബന്ധിപ്പിച്ചുള്ള വീഡിയോ കോൺഫറൻസിംഗ് വഴിയുള്ള വിചാരണാ സംവിധാനം നിലവിൽ വന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർ, അതോടൊപ്പം തടവുകാരെ മാനസാന്തരം വരുത്തി ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിനുതകുന്ന സംവിധാനമായാണ് പുതിയ കാലഘട്ടത്തിലെ ജയിലുകളെ കാണുന്നത്. 2014 രൂപീകരിച്ച ജയിൽ ചട്ടങ്ങൾ പ്രകാരം അടുത്ത ബന്ധുക്കളുടെ മരണം, മരണാസന്നമായ രോഗാവസ്ഥ, വിവാഹം മുതലായവയ്ക്ക് അടിയന്തര പരോൾ അനുവദിക്കുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് മഹാമാരിയുടെ അവസരത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജയിൽ അന്തേവാസികൾക്ക് പരോൾ അനുവദിച്ചത്. അപ്രകാരം അനുവദിച്ച പരോൾ പോലും രാഷ്ട്രീയമായി കണ്ട് വിലയിരുത്തുന്ന രീതിയാണ് ചില മാധ്യമങ്ങൾ സ്വീകരിച്ചത്. വിവിധ ഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ജീവപര്യന്തം ശിക്ഷാപ്രതികൾ ദീർഘവും അനിശ്ചിതവുമായ കാലഘട്ടം കഴിച്ചു കൂട്ടുമ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും വീർപ്പുമുട്ടലുകളും ലഘൂകരിക്കുകയും ഒപ്പം തൊഴിലുകളിൽ ഏർപ്പെടുകയും മെച്ചപ്പെട്ട കൂലിയും സൗകര്യങ്ങളും ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ച് എന്ന പ്രതീക്ഷ നൽകിയും അപ്രകാരമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കുക എന്ന രീതിയാണ് ജയിൽ വകുപ്പ് സ്വീകരിക്കുന്നത്.
അന്തേവാസികളുടെ ആരോഗ്യവും ഇത്തരുണത്തിൽ പ്രധാനമാണ്. പ്രത്യേകിച്ച് അവരുടെ മാനസികാരോഗ്യം. ഇതിനായി കൂടുതൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ, ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ, ജയിൽ ആശുപത്രികളുടെ നവീകരണം, സാമ്പത്തിക നേട്ടമില്ലാതെ അന്തേവാസികൾക്ക് സഹായകമാകുന്ന വിധത്തിൽ ജയിൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് തുടങ്ങിയവ ഈ വർഷത്തെ വികസന ലക്ഷ്യങ്ങളാണ്. ആരും പരാമർശിച്ചില്ല എന്നാണ് തോന്നുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിനെ കുറിച്ച്. സർക്കാർ നടത്തിവരുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് പബ്ലിക് റിലേഷൻ വകുപ്പിന് വലിയൊരളവ് വരെ സാധിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കാൻ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് നടത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചാവേദികളിലും വകുപ്പിൻ്റെ ഇടപെടൽ വ്യാപിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനങ്ങളെ സർക്കാരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പബ്ലിക് റിലേഷൻ വകുപ്പിനെ ഉയർത്തും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ കാലോചിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഷ്കരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമം ഉറപ്പുവരുന്ന രീതിയിൽ നിലവിലുള്ള പെൻഷൻ പദ്ധതി ശക്തിപ്പെടുത്താനും ഉദ്ദേശിക്കുകയാണ്. അച്ചടി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആധുനിക സാമഗ്രികൾ ഉൾപ്പെടെ ഇതിനായി ലഭ്യമാക്കി വരികയാണ്. ജനങ്ങൾക്ക് വളരെ ആവശ്യം വരുന്ന ഗസറ്റ് ഓൺലൈനായി നിലവിൽ ലഭ്യമാണ്. PSCയുടെ OMR ഷീറ്റുകൾ പ്രിൻ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല നിലയിൽ നടന്നു വരുന്നു. SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളും സർക്കാർ ആവശ്യങ്ങൾക്കുള്ള ഫോമുകളും മറ്റും വകുപ്പ് വിജയകരമായി അച്ചടിച്ച് നൽകി വരുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ ഉയർന്നു വന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനമായി ഊന്നിയത് പലരും നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഇന്നലെ വിശദമായി പറഞ്ഞതുകൊണ്ട് അതേ ആവർത്തനത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അതേ കാര്യങ്ങളല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ചിലരെ വിദേശത്ത് കൊണ്ടുപോയി അവയവ കച്ചവടം നടത്തിയെന്ന് പറഞ്ഞൊരു കേസ് ഉയർന്നു വന്ന എല്ലാവരും ശ്രദ്ധയിലുണ്ട്. അക്കാര്യത്തിൽ ഫലപ്രദമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പോലീസ് അതിൻ്റെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നു. പ്രത്യേക അന്വേഷക സംഘത്തെ തന്നെ അതിനായി നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിൽ പരാജയപ്പെട്ടു. UDFന് നല്ല വിജയം നേടാനായി. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. പിന്നെയും അതിലൊരു സംശയം അപ്പുറത്തിരിക്കുന്നവർക്ക് വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. അതിൽ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, നിങ്ങൾ ജയിച്ചു എന്നുള്ളതും ശരിയാണ്. പക്ഷെ ഇവിടെ ചില വോട്ടിൻ്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളെന്തോ വല്ലാതെ മികച്ച വിജയം അങ്ങനെ നേടിയങ്ങ് നിൽക്കുകയാണ് എന്നൊരു തോന്നലാണല്ലോ ഉണ്ടാകുക. ഇന്ന് പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെയാണ് ഒരു തോന്നൽ വന്നത്. അത് നമുക്കൊന്ന് നോക്കാം എന്താ സ്ഥിതി. ഇപ്പോൾ 2019 വർക്കലയിൽ 48,000 വോട്ടാണ് UDFന് ഉണ്ടായത്, വർക്കല അസംബ്ലി നിയോജകമുള്ളത്. ഇത്തവണയോ 39,000. 48 നിന്ന് 39 താഴ്ച. LDFൻ്റെ കണക്കാണല്ലോ അവിടുന്ന് പറഞ്ഞത്. നിങ്ങൾ കണക്ക് പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കേണ്ടിയിരുന്നല്ലോ. അതാണ് ഞാൻ പറയുന്നത്.
അത് ചിന്തിക്കണ്ടേ? അതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചല്ലോ അവിടെ. പക്ഷെ നിങ്ങളെന്തോ ഒരു മികവാർന്ന വിജയം നേടിയിരിക്കുകയാണെന്നുള്ള മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങളത് ഓർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആറ്റിങ്ങൽ UDF 2019 50,000 വോട്ടുണ്ടായിരുന്നു. കൃത്യമായ നമ്പർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ 50,000 സൗകര്യത്തിന് പറയുന്നതാണ്. 50,045 അങ്ങനെ ആ കൃത്യ നമ്പർ ഞാൻ പറയുന്നില്ല. 50,000 വോട്ടുണ്ട്. ഇപ്പോഴോ 46,000. വർധനവാണോ കുറവാണോ? ചിറയിൻകീഴ് UDF 56,000 വോട്ടായിരുന്നു. ഇപ്പോഴത് 44,000. ഇതൊക്കെ നിലവിലുള്ള യാഥാർത്ഥ്യമാണല്ലോ. നെടുമങ്ങാട് 54,000 UDF കിട്ടിയത്. ഇപ്പോഴത് 50,000. കളമശ്ശേരി ഇതിൽ പെടുന്നില്ല. ഇത് കൂട്ട്, ഇതാണ് കൂട്ടേണ്ടത്. നിങ്ങൾ വലിയ എണ്ണം പറഞ്ഞല്ലോ ഇവിടെ. ആ എണ്ണം പറഞ്ഞ കാര്യമാണ് ഓർക്കേണ്ടത്. നെടുമങ്ങാട് ഞാൻ പറഞ്ഞു. വാമനപുരം UDF 59,000 കഴിഞ്ഞ തവണ. ഇപ്പോഴോ 45,000. അരുവിക്കര UDF 58,000 കഴിഞ്ഞ തവണ. ഇത്തവണയോ 47,000. കാട്ടാക്കട കഴിഞ്ഞ തവണ 51,000. ഇത്തവണ 43,000. സർ 7 മണ്ഡലമായി ജയിച്ചു. UDF ജയിച്ചു എന്നുള്ളത് വസ്തുതയാണല്ലോ. പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് കാണണം. അതെങ്ങോട്ട് പോയി? ഞങ്ങൾക്ക് ഏതായാലും കിട്ടിയിട്ടില്ല, നിങ്ങളെ സമ്മതിക്കുമല്ലോ. എങ്ങോട്ട് പോയത്? അപ്പോൾ അതാണ് പണ്ട് പറയാറില്ലേ, ഇത് കുത്തിയിട്ട് മണപ്പിക്കുക എന്ന്. ആ വിദ്യ നിങ്ങൾ എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരവരുടെ അവസ്ഥ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് പരിശോധിക്കാൻ തയ്യാറാണ്. ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞാൽ ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നൊരു കാര്യം പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേച്ചറുണ്ട്. ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ. ആ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല. അതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി തിരുവഞ്ചൂരിനെന്തോ ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ. നിങ്ങൾ ശാന്തമായിരിക്കുക. സർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം അങ്ങ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കെങ്കിലുണ്ട്? സർ, ഒരു നല്ല വാക്കുമില്ല. കാരണം അങ്ങേക്ക് നേരെ ശത്രുക്കളായിരുന്നത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതേസമയം BJPയുടെ നേതാവ് മോഡിയായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, എൻ്റെ ഓർമ്മയില്ലെന്ന് വരികിൽ അങ്ങ് എന്നെ തിരുത്തിയാൽ ഞാൻ തിരുത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ്, ഒരു വാക്കെങ്കിലും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നന്മ. നിങ്ങളാണല്ലോ അദ്ദേഹത്തെ ഈ തരത്തിലാക്കിയത്. ഏതാ നിങ്ങളെന്ന് പറയുമ്പം തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിരുവഞ്ചൂരാക്കൊന്നും ചെയ്യില്ലാതെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. വേറെ ചിലർ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടാണല്ലോ മറ്റേ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത്. പിണറായി വിജയൻ എന്നല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തടിസ്ഥാനത്തിലാണ് ചോദ്യം? അതാണ് പ്രശ്നം. അതാണോ കേരളത്തിൽ വന്ന്, ഈ സംസ്ഥാനത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സംസാരിക്കേണ്ട കാര്യം? ആ നിലക്കാണോ? അപ്പോൾ അതിന് സ്വാഭാവികമായും മറുപടി പറയുമല്ലോ. ആ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. അത് വേറെ. പക്ഷെ അതെല്ലാവരും വന്നത് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരമൊരു നിലപാട് ആർക്കാണ് ഗുണകരമായിട്ട് വരിക? ഇവിടെ കേന്ദ്രസേന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം നോക്കുന്നു. അതിന് ചൂട്ടുപിടിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്.
ആ ചൂട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എണ്ണയൊഴിച്ചു തരുന്ന പണി അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ വന്നിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ. ആ വിമർശനം സ്വാഭാവികമാണ്. ആ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അത് ഉയർത്തേണ്ടി വന്നതാണ്. അത് സ്വാഭാവികമല്ലേ. പിന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ അമ്ര റാമിൻ്റെ വിജയത്തെ പറ്റിയാണ്. രാജസ്ഥാനിലെ വിജയം അത് വളരെ എന്തോ നിങ്ങളൊരു സഹായിച്ച് ഇങ്ങനെ കയറിക്കോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അമ്ര റാമിനെ കയറ്റിയതാണ് എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ CPIM പ്രവർത്തിക്കുകയാണ്. അതിൽ CPIM സ്ഥാനാർത്ഥി അമ്ര റാമിന് അവിടുത്തെ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചതും CPIM വോട്ട് കിട്ടിയിട്ടാണ് എന്നതും മറക്കരുത്. നിങ്ങൾ ചിരിക്കുന്നത് കാര്യങ്ങൾ അറിയാതെയാണ്. ഇനി അന്നേരം നിശബ്ദത പാലിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ചിരിച്ചാൽ അതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോളൂ. ഇപ്പോൾ CPIM ശക്തി കേന്ദ്രമാണ് കർഷക സമര കേന്ദ്രമായ സിക്കർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആ കർഷക സമരത്തിൽ CPIM വഹിച്ച പങ്കെന്താണ്, കർഷക സംഘടന വഹിച്ച പങ്കെന്താണ്, ഇടതുപക്ഷം വഹിച്ച പങ്കെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഐതിഹാസികമായ കർഷക സമരം നടന്ന ഭൂമികയാണത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ അമ്ര റാം അവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ഈ ഐതിഹാസികമായ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് അമ്ര റാം. ഉജ്ജ്വലമായ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റേതായ പിന്തുണ വലിയ തോതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നായി. ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരം, അതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം 4 തവണ ജയിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. പാർലമെൻറ്റിലേക്കല്ല, നിയമസഭയിലേക്ക്. ആരെയൊക്കെയാണ് തോൽപ്പിച്ചത്? കോൺഗ്രസിനെയും BJPയെയും. അതാണ് അമ്ര റാം. അത് നിങ്ങൾ മറക്കരുത്. സിക്കാർ മണ്ഡലത്തിലെ ദോഡിൽ നിന്നാണ് അദ്ദേഹം MLA ആയത്, ഈ അമ്ര റാം. കേൾക്ക് ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയാൻ പോകുന്നതൊന്നും ഇല്ലാതാവില്ലല്ലോ. നിങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ. 2014, 2019 വർഷങ്ങളിൽ BJP ജയിച്ച മണ്ഡലമാണ് സിക്കർ. ഈ പറഞ്ഞ സിക്കർ കഴിഞ്ഞ തവണയും അതിനു മുന്നിലത്തെ തവണയും BJPയാണ് ജയിച്ചത്. ഇത്തവണ CPIM വിജയിച്ചു. അതിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലടക്കം നടന്ന എല്ലാവരും കൂടി ചേർന്ന കർഷക സമരം കൂടിയാണ്. അതിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു അമ്ര റാം. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ പരിശോധിച്ചാൽ പല അസംബ്ലി മണ്ഡലങ്ങളിലും CPIM ഒറ്റക്ക് മത്സരിച്ചൊരു പ്രദേശമാണിത്. ഇപ്പോൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിക്കർ ലോക്സഭയിൽ ഉൾപ്പെടുന്ന ദോദ് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കൊന്ന് നോക്കാമോ? തൊട്ടു മുമ്പിൽ BJPയുടെ ഗോവർദ്ധൻ വർമ്മ 85,543 വോട്ട് നേടി വിജയിച്ചു. 42.3% വോട്ട്. CPIMൻ്റെ പേമ റാം 72,165 വോട്ട് നേടി പരാജയപ്പെട്ടു. രണ്ടാമതെത്തി. എത്രയാ ഒറ്റക്ക് നേടാനായത് CPIMന്? 35.69% ആ മണ്ഡലത്തിൽ. BSP അല്ല, നിങ്ങളെ കാര്യം ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ പാർട്ടിയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. മൂന്നാമതെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. മൂന്നാമതെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഗദീഷ് ധനോഡിയ. എത്രയാ വോട്ട്? 34,487. 17.05%.
കേട്ടാ. എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കുക, അന്ന് കോൺഗ്രസ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുകയോ എന്തെങ്കിലും ധാരണ ഉണ്ടാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ BJP ജയിക്കില്ലായിരുന്നു, ഇത് രണ്ടും കൂടിയാൽ. പക്ഷെ അവിടെ മികച്ചു നിൽക്കുന്നത് CPM ആണ്, അത് മറക്കണ്ട. 2018 CPIM രാജസ്ഥാനിൽ ഒറ്റക്ക് മത്സരിച്ച് 2 സീറ്റ് നേടി. ഒറ്റക്ക് മത്സരിച്ചാണ് 2 സീറ്റ് നേടുന്നത് CPIM. അത് ബാദ്ര മണ്ഡലത്തിൽ ബൽവാൻ പുനിയയും ദുംഗാഗാർഹിൽ ഗിരിധർ ലാൽ മാഹിയും വിജയിച്ചത് കോൺഗ്രസിനെയും BJPയെയും പരാജയപ്പെടുത്തിയാണ്. അവിടെ CPIM ഒറ്റക്ക് മത്സരിച്ച് തന്നെയാണ് ഈ വിജയം നേടിയിട്ടുള്ളത് പലയിടത്തും. 2023 ഇത് 2018 കേട്ടോ. 2023 ഇവർ പരാജയപ്പെട്ടത് CPIMന് വോട്ട് കുറഞ്ഞതുകൊണ്ടല്ല. അവരെ വോട്ട് അങ്ങനെ, CPIMൻ്റെ വോട്ട് അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് ലഭിച്ചിരുന്ന വോട്ട് മറഞ്ഞുപോയി, BJPക്ക് കിട്ടി. അങ്ങനെയാണ് ഇവർ പരാജയപ്പെടുന്നത് 2023. ഇപ്പോൾ ബൽവാൻ പുനിയ 2018 ജയിച്ച ബാദ്ര നിയമസഭാ മണ്ഡലത്തിലെ 23 കണക്ക് നോക്കാം. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82,204 വോട്ടുകൾ നേടിയാണ് CPIMലെ ബൽവാൻ പുനിയ ബാദ്രയിൽ വിജയിച്ചത്. അവിടെ മുൻ MLA ആയിരുന്ന BJP സ്ഥാനാർത്ഥിയാണ് അന്ന് ആ സ്ഥാനാർത്ഥിയാണ് ബൽവാൻ പുനിയ പരാജയപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി 59,051 വോട്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി 37,574 വോട്ട്. ഇതായിരുന്നു ആ വോട്ടിംഗ് ഫിഗർ. 2023 തെരഞ്ഞെടുപ്പ്, ഇത് 2018 ഞാൻ പറഞ്ഞത്. 2023 അത് ബലാബലം CPIMും BJPയും തമ്മിലാണ്. കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ 2 വോട്ടിന് രംഗത്തിറങ്ങി. CPIM സ്ഥാനാർത്ഥി ബൽവാൻ പുനിയ തൻ്റെ വോട്ട് വീതം 1,01,616 ഉയർത്തി. നേരത്തെ 82,204 വോട്ടായിരുന്നു, അതാണ് 1,01,616 ഉയർത്തിയത്. 20,544 വോട്ടുകൾ അധികം നേടി. BJP സ്ഥാനാർത്ഥി അതിനേക്കാളും കൂടുതൽ നേടി, 1,02,748 വോട്ടുകൾ നേടി. അപ്പോൾ 1,132 വോട്ടിൻ്റെ വ്യത്യാസത്തിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഇവിടെ കണക്ക് തീരുന്നില്ല കേട്ടോ, നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മണ്ഡലത്തിലെ മൊത്തം വോട്ട്, പോൾ ചെയ്യപ്പെട്ട വോട്ട് എല്ലാം ഉയർന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് 10-1 ചുരുങ്ങി. 10-1. 2018 37,574 വോട്ട് നേടിയ കോൺഗ്രസ് സംസ്ഥാന ഭരണം അവിടെ നിലനിൽക്കുകയാണ്. ആ സംസ്ഥാന ഭരണത്തിൻ്റെ തണലിൽ വെറും 3,771 വോട്ടിലേക്ക് ഒതുങ്ങി. 33,803 വോട്ടുകളുടെ കുറവ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഇത്രയും വോട്ട് കുറയുന്നത് സാധാരണ സംഭവിക്കുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് അസംഭവമല്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ. 2023 ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞാൻ പറഞ്ഞല്ലോ. CPIMനെ തോൽപ്പിക്കാൻ, തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയെ ജയിപ്പിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത്. അതാണ് കാണേണ്ടത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാദ്ര നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ചുരു ലോക്സഭാ സീറ്റിൽ CPIM ചെയ്തത് എന്താ? കോൺഗ്രസിനെ പിന്തുണച്ചു. ഈ ചുരു ലോക്സഭാ സീറ്റിൽ ബാദ്ര മണ്ഡലത്തിലെ 1,00,000-ലധികം വരുന്ന CPIM വോട്ടുകൾ ഒന്നുപോലും ചോരാതെ അവിടെ CPIM കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ കസ്വാന് നൽകുകയുണ്ടായി. 16% വോട്ട് ഉയർത്തിയാണ്
BJPയിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞത്. അത് ഈ പിന്തുണ കൊണ്ട. ഇപ്പോൾ ചുരുവിലെ കോൺഗ്രസ് MPയോട് ചോദിക്കാൻ കഴിയുന്നവരാണല്ലോ അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. CPIM എത്രത്തോളം പിന്തുണ നൽകി എന്നത് അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് നേടിയ 8 സീറ്റാണല്ലോ. ആ 8 സീറ്റിലും CPIMൻ്റെ വോട്ടുകളുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ചുരുവിന് പുറമെ ഗംഗാനഗർ, ജുൻജുനുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ ജയിച്ചത് CPIM വോട്ടുകൾ കൂടി നേടിയാണെന്ന് കണക്കുകൾ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റും. ബാദ്ര, ദുംഗാർഗാർ, ദോഡ് ഇതുമെല്ലാം CPIM ഒറ്റക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40%-ലധികം വോട്ട് നേടുന്ന മണ്ഡലങ്ങളാണ്. അതാണ് കാണേണ്ട കാര്യം. ദന്താരാംഗാർ, റൈസിംഗ് നഗർ, ലക്ഷ്മൺഗാർ, സിക്കർ ഹനുമാൻഗാർ മുതലായ മണ്ഡലങ്ങളിൽ 20-30% വോട്ട് ലഭിക്കുന്നുണ്ട് CPIM-ന്. അതിൽ താഴെയുള്ളതുണ്ട് 10% വോട്ട് നേടുന്ന വേറെയും അരഡസൻ മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ 2018 CPIM ജയിച്ച ദുംഗാർഗാർ ഉൾപ്പെടുന്നത് ബിക്കാനീർ ലോക്സഭാ മണ്ഡലത്തിലാണ്. CPIM 72,000-ലധികം വരുന്ന വോട്ട് കോൺഗ്രസിന് അവിടെ നൽകി. 10% വോട്ട് കോൺഗ്രസിന് ഉയർത്താൻ പറ്റി. പക്ഷേ പരാജയപ്പെട്ടത് നിങ്ങളെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമായിരുന്നു. അപ്പോൾ കാണേണ്ടത് എന്താ? ഒരു പൊതു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിൽ മത്സരം നടന്നത്. അത് പൊതു ശത്രുവിനെ തോൽപ്പിക്കാനാണ്. പരസ്പരം വോട്ട് വാങ്ങിയും കൊടുത്തുമാണ് ആ മുന്നണി പ്രവർത്തിച്ചിട്ടുണ്ടാകുക, ആ യോജിപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടാകുക. അതിനുശേഷം രാഹുൽ ഗാന്ധി ജയിച്ചാണ് ഈ സിക്കാറിൽ അമ്രാറാം ഇങ്ങനെ ജയിച്ചു വന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയാമെന്ന് പറയുന്നത്. അപ്പുറം പറയുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? അപ്പോൾ ഒറ്റക്ക് മത്സരിച്ചാൽ എന്താകുമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് ആലോചിച്ചു. ഞങ്ങൾ ആദ്യമേ പറയുന്ന കാര്യം എന്താ? ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ആ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ധാരണകളും കൂട്ടുകെട്ടുമാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീക്കിയാൽ നല്ല ഫലമുണ്ടാകും. ആ ഫലം ഉത്തർപ്രദേശിൽ കണ്ടില്ലേ? ആ ഫലം മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ? ആ ഫലം നമ്മുടെ തൊട്ട സംസ്ഥാനം തമിഴ്നാട്ടിൽ കണ്ടില്ലേ? അങ്ങനെയല്ലേ? നിങ്ങളെന്തോ ഇത് ഇപ്പോഴും നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ ഒരു ഒറ്റക്കുള്ള ശക്തി കൊണ്ട് എന്തോ നേടിക്കിരിക്കുന്നു. എവിടെയാണ് നിങ്ങൾ നേടിയത്? നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന സംസ്ഥാനമല്ലേ കർണാടകം? ജയിച്ച് നിൽക്കുന്ന സംസ്ഥാനമല്ലേ തെലുങ്കാന? എന്താ അവിടുത്തെ സ്ഥിതി? ഇതല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മൾ അതിലേക്കല്ല പോകേണ്ടത്. ഇപ്പോൾ പൊതുശത്രുവിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞത് ഇനിയും ദുർബലപ്പെടുത്താൻ കഴിയണം. അവർ കൈകാര്യം ചെയ്യുന്നത് അത്രമാത്രം നിഷേധാത്മകമായ സമീപനമാണ്. നമ്മുടെ രാജ്യത്തിന് ചേരാത്ത, രാജ്യത്തിൻ്റെ ഐക്യത്തിന് ചേരാത്ത നിലപാടുകളാണ്. അതിനെ ശക്തമായി നേരിടുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അതിന് ഞങ്ങളെ വല്ലാതെ ആക്രമിച്ച് ഒരു മനസ്സുഖം കിട്ടുക എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടല്ല എന്നതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. സാർ, ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഡിമാൻഡ് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.